നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി (NPD) എന്നൊക്കെ കേട്ടിട്ടില്ലേ? മറ്റുള്ളവരേക്കാൾ തങ്ങളാണ് മികച്ചവർ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ്. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന് അങ്ങനെ പേര് വരാൻ കാരണമായ ആ കഥ പറയാം. ഗ്രീക്ക് പുരാണമനുസരിച്ച് നദീദേവനായ സെഫിസസിന്റെയും അപ്സരസായ ലിറിയോപ്പയുടെയും മകനായിരുന്നു നാർസിസസ്. അതീവ സുന്ദരനായ ഒരു യുവാവായിരുന്നു അവൻ. അവൻ ജനിച്ചപ്പോൾ ഭാവി പ്രവചിക്കുന്ന ടൈറീസിയസ് അവന്റെ അമ്മയോട് പറഞ്ഞു, അവൻ സ്വയം തിരിച്ചറിയാത്തിടത്തോളം കാലം അവന് ദീർഘായുസ്സുണ്ടാകും. നാർസിസസിന്റെ സൗന്ദര്യം കാരണം നിരവധി പേർ അവനുമായി പ്രണയത്തിലായി. എന്നാൽ അവരോടൊന്നും അവന് യാതൊരു താൽപ്പര്യവുമില്ലായിരുന്നു. എല്ലാവരെയും അവൻ അവഗണിക്കുകയും നിഷ്കരണം ഉപേക്ഷിക്കുകയും ചെയ്തു. നാർസിസസിനാൽ അവഗണിക്കപ്പെട്ട പലരും ദേവന്മാരോട് അവന്റെ അഹങ്കാരത്തിന് ശിക്ഷ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ദേവന്മാർ നാർസിസസിന്റെ ഈ സ്വാർത്ഥതയിലും അന്യരെ അവഗണിക്കുന്ന പ്രവണതയിലും നിരാശരായി. അവന് ശിക്ഷ നൽകാൻ തീരുമാനിച്ചു. പ്രതികാരത്തിന്റെ ദേവതയായ നെമസിസ് അവനെ ശപിച്ചു. ഒരു ദിവസം വേട്ടയാടി ക്ഷീണിതനായി നാർസിസസ് ഒരു തെളിഞ്ഞ നീരുറവയുടെ അടുത്തേക്കെത്തി. ദാഹം മാറ്റാൻ വെള്ളം കുടിക്കാൻ കുനിഞ്ഞപ്പോൾ അവൻ വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ടു. ആ സൗന്ദര്യത്തിൽ അവൻ മതിമറന്നുപോയി. അതൊരു അപ്സരസാണെന്ന് കരുതി അവൻ അതിനെ പ്രണയിച്ചു. ആ പ്രതിബിംബത്തിൽ നിന്ന് കണ്ണെടുക്കാനാകാതെ അവൻ മണിക്കൂറുകളോളം അതിനെ നോക്കിയിരുന്നു. അവൻ അതിനെ സ്പർശിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വെള്ളത്തിലെ പ്രതിബിംബം അവന്റെ സ്പർശനത്തിൽ കലങ്ങിപ്പോകുന്നത് അവനെ കൂടുതൽ നിരാശനാക്കി. താൻ പ്രണയിക്കുന്നത് സ്വന്തം പ്രതിബിംബമാണെന്ന് അവനു മനസ്സിലായി. ആ നിരാശയിലും സ്വയം പ്രണയിക്കുന്നതിന്റെ തീവ്രതയിലും അവൻ ആ വെള്ളത്തിനരികിലിരുന്നു. ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും അവൻ ക്രമേണ മെലിഞ്ഞുണങ്ങി മരണപ്പെട്ടു. നാർസിസസ് മരിച്ച സ്ഥലത്ത് ഒരു മനോഹരമായ ചെടി മുളച്ചുപൊന്തി. അതിൽ മനോഹരമായ പൂക്കളുണ്ടായി. ഈ പൂച്ചെടികൾക്ക് അവന്റെ പേരായ നാർസിസസ് എന്നു പേര് നൽകി. ഇതിലെ പൂക്കളെ ഡാഫുഡിൽ എന്ന് വിളിച്ചു.